ബഹുമാന്യരെ, ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ കടലിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു. മറ്റൊരു കപ്പൽ കത്തിപ്പോയി. രണ്ടിൽ നിന്നും ഒട്ടനവധി പ്രതിസന്ധികൾ കടലിന് ഉണ്ടായിട്ടുണ്ടെന്നും തീരത്തിനുണ്ടായിട്ടുണ്ടെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിലാണ് നമുക്ക് മറ്റൊരു കപ്പലിൻ്റെ ക്യാപ്റ്റനെ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ആദ്യമേ ഇങ്ങനെ ഒരാളെ നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ക്യാപ്റ്റൻ സാജൻ കെ ലിയോൺ. ക്യാപ്റ്റൻ സാജൻ കെ ലിയോൺ. അതെ. അത് ശരി. ഏത് കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്? ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ജർമ്മൻ കമ്പനിയിലാണ്. ജർമ്മൻ കമ്പനിയിലാണ്. അപ്പോൾ ഞാൻ ഒരു ബൾക്ക് കാരിയർ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട കപ്പലിൻ്റെ അതിൻ്റെ പേരൊന്നും കൂടി ബൾക്ക് കാരിയർ. ബൾക്ക് കാരിയർ, അതായത് കണ്ടെയ്നർ അല്ല, കണ്ടെയ്നർ കപ്പലല്ല, അല്ല, ബൾക്കായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന ബൾക്കായിട്ടുള്ള ഇപ്പൊ നമ്മള് കൽക്കരി, അങ്ങനെയുള്ള പഞ്ചസാര വരെ ഞങ്ങൾ ലോഡ് ചെയ്യാറുണ്ട്. അത് റോ ഷുഗർ, അത് റിഫൈൻ ചെയ്യാത്ത ഷുഗർ കൊടുത്തു കഴിയുമ്പോഴാണ് അവര് വേറെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരെ പല ഒരുപാട് തരത്തിലുള്ള കാർഗോ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കപ്പൽ നമ്മുടെ അറബിക്കടലിലൂടെയാണ് സഞ്ചാരം, അതോ വരാറുണ്ട്? ഞാനിതില് അറബിക്കടലിലും വന്നിട്ടുണ്ട്, നമ്മുടെ കടലിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ ട്രിപ്പിൽ ഞാനിവിടെ നമ്മുടെ ഗംഗാവരം എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശ് ഒരു പോർട്ടുണ്ട്, അവിടുന്ന് ലോഡ് ചെയ്തിട്ട് നമ്മൾ മംഗലാപുരത്ത് ഡിസ്ചാർജ്. അപ്പോൾ ഞാൻ ബേ ഓഫ് ബംഗാളിൽ നിന്ന് ശ്രീലങ്ക ചുറ്റി ഇതിലെയാണ് പോകാറ്. പല പ്രാവശ്യം പോയിട്ടുണ്ട്. കപ്പലുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഞാനത് പിന്നാലെ ചോദിക്കാം. അതിനു മുൻപ് കുറച്ചൊരു പേഴ്സണലായിട്ടുള്ള കാര്യം, എവിടെയാണ് വീട്? എൻ്റെ വീട് പുന്നപ്ര വിയാനി ഇടവക്കാരനാണ് ഞാൻ. വിയാനി ഇടവക്കാരനാണ്. വെരി ഗുഡ്. ഈ എവിടെ പഠിച്ചത്? ഞാൻ പഠിച്ചത് പുന്നപ്ര വിയാനി ഇടവകയിലുള്ള CYMS സ്കൂളിൽ പഠിച്ചു. പിന്നെ ഹൈസ്കൂള് സെന്റ് ജോസഫ് പുന്നപ്ര. അതെ. കോളേജ് പിന്നെ ഞാൻ ST കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് പോയത്. ഈ ഫീൽഡിൽ പോകാൻ എന്താണ് പഠിക്കേണ്ടത്? ഇതിൽ പോകാനായിട്ട് ഞങ്ങൾ പഠിച്ച സമയത്തുള്ള കാര്യങ്ങളല്ല ഇപ്പോഴും വേറെ. ഇപ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് പല രീതിയിലുള്ള എൻട്രിയാണ് കപ്പലിലേക്കുള്ളത്. അല്ല, ഇതിന് എന്തെങ്കിലും പ്രത്യേക കോഴ്സ് ഉണ്ട്? ഷിപ്പിംഗ് കോഴ്സ് ഉണ്ട്. അതായത് 3C നമ്മൾ ചെയ്യണം. 3C അത് പിന്നെ കപ്പലിലേക്ക് പോകുന്ന പ്രിലിമിനറി. അതാണ് പ്രിലിമിനറി സി. ഓക്കെ. ഞാനിപ്പോ എന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കൂടുതലും ഇങ്ങനെ ഷിപ്പിംഗ് ടേംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും, ഞങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിയുന്നതും സിമ്പിളായിട്ട് പറഞ്ഞാലേ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇപ്പോഴുണ്ട്. മുമ്പ് എന്തായിരുന്നു ബേസിക് പഠിച്ചത്? ഞാൻ ആദ്യമേ പോയത് റേഡിയോ ഓഫീസർ എന്ന കോഴ്സിനാണ് പോയത്. +2 കഴിഞ്ഞിട്ട് റേഡിയോ ഓഫീസർ കോഴ്സ് പഠിച്ചു, പാസ്സായി. അങ്ങനെ ഞാൻ റേഡിയോ ഓഫീസറായിട്ടാണ് ആദ്യമേ കപ്പലിൽ കയറുന്നത്. ശരി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ പിന്നെ ടെക്നോളജിയുടെ വരവോടുകൂടെ റേഡിയോ ഓഫീസറിന്റെ ജോലി കപ്പലിൽ പതുക്കെ നിന്നുപോയി. അപ്പൊ GMDSS എന്ന് പറഞ്ഞ പുതിയൊരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വന്നപ്പോഴത്തേക്ക് റേഡിയോ ഓഫീസറിന്റെ ജോലി പതുക്കെ ഇല്ലാതായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ സഹായം കൊണ്ട് ഞാൻ നാവിഗേഷൻ സൈഡിലേക്ക് മാറി. അങ്ങനെയാണ് വീണ്ടും പഠിച്ച് നാവിഗേറ്ററായിട്ട് അങ്ങനെ ഉയർന്നാണ് ഞാനിങ്ങനെ ക്യാപ്റ്റനായിട്ട്. വെരി ഗുഡ്. നല്ല കാര്യം. ഇങ്ങനെ ഈ റേഡിയോ ഓഫീസറാകാനും അങ്ങനെയൊക്കെ ഉള്ളവർ ഇതൊരു മാറി ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണഗതിയിൽ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കാറില്ല. +2 കഴിയുന്നു, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിക്കുന്നു, ഒരു ഗ്രാജുവേഷന് പോകുന്നു, എന്നിട്ട് എന്തെങ്കിലും അധ്യാപകനാകാനോ മറ്റോ ആണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാൻ എന്തായിരുന്നു കാരണം? ഒരു കാരണം പറയാനാണെങ്കിൽ എൻ്റെ
ആൻറ്റി, അതായത് അമ്മാവിൻ്റെ വൈഫ് ആൻറ്റിയുടെ ആങ്ങള അവർ കൊച്ചിക്കാരൻ, കൊച്ചിയിൽ നിന്ന് ഒരുപാട് കപ്പലിൽ ജോലി ചെയ്യുന്ന ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ഞാൻ എനിക്കിങ്ങനെ ഒരു ലൈൻ തിരഞ്ഞെടുത്താൽ കൊള്ളാത്തത്. അത് തന്നെ കടലിനോട് ചെറിയൊരു നമ്മൾ കടലിനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിച്ചത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇതുപോലെ കൊച്ചിയിൽ ഇതുപോലെ ഒരു കോഴ്സ് ഉണ്ട്, അതിൽ പോയി പഠിച്ചാൽ നമുക്ക് ഓഫീസറായിട്ട് തന്നെ കയറാം. അല്ലെ പിന്നെ ഇദ്ദേഹമൊക്കെ വളരെ ചെറിയ റാങ്കിൽ കയറിയിട്ട് വളർന്നതാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹമാണ് എനിക്ക് ഒരു വഴി കാണിച്ചു തന്നത്. ആണ് ഞാൻ ജോയിൻ ചെയ്തത്. ഏതായാലും വളരെ സന്തോഷം. കാരണം ഈ തീരപ്രദേശത്ത് നിന്ന് ആളുകൾ ഇങ്ങനെ മാറി ചിന്തിക്കുകയും ഇൻഡസ്ട്രിയസ് ആയിട്ട് വളരുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോയതും ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ചേർന്നതും അതിലെ ഷിപ്പിലെ ക്യാപ്റ്റനായിട്ട് ഉയർന്നതിലുമൊക്കെ ഞങ്ങളുടെ റേഡിയോ നെയ്തലിൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ നന്ദി. ഞാൻ ഒരു കാര്യം കൂടെ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കഷ്ടപ്പെടണം, എന്നാലും ഒരുപാട് ദൈവാനുഗ്രഹം വേണം. അതും വേണം. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഒരു കഷ്ടപ്പാട് മാത്രമല്ല, ദൈവത്തിന്റെ കൃപയുണ്ട്. ഞാനത് തീർച്ചയായും ശരിക്കും പല സമയത്തും അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും ഞാനത് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ്ലിയ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എന്നെ ശക്തനാക്കുന്നതിന്റെ കൃപയാൽ എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യം. അപ്പോൾ ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ, അല്ലാതെ ഒറ്റയ്ക്ക് എനിക്കൊന്നും പറ്റുന്നില്ല. വളരെ കറക്റ്റാണ്, വളരെ. അല്ല, എനിക്ക് തോന്നിയ ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമേ, ഈ കടലിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സാധാരണ മത്സ്യത്തൊഴിലാളികളുണ്ടോ, അവരുടെ ഫെയ്ത്ത് അപാരമാണ്. അതെ, കാരണം ഈ കടലിൽ ജോലി ചെയ്യുന്നവർ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതെ, മീൻ കിട്ടുന്നത് ദൈവം തരുന്നതാണെന്നാണ് എല്ലാവരുടെയും സങ്കല്പം. അപ്പം അങ്ങനെ ഈ ഒരു മേഖലയിലായിരിക്കുമ്പോൾ ദൈവവിശ്വാസം കൂടും എന്നാണ് എൻ്റെ കാര്യം. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടിയാണ് കടൽ. അതെ അതെ അതെ. ആ കടല് നമ്മൾ എത്ര വലിയ കപ്പലാണെന്ന് പറഞ്ഞാലും ഒരു കപ്പലണ്ടിത്തോടിന്റെ അത്രേ ഉള്ളൂ, ഒരു മഹത്വമേ ഉള്ളത്, അത്രേ ഉള്ളത്. പിന്നെ ഈ സാധനവും കൊണ്ട് ലോകം മുഴുവൻ നമ്മൾ നടക്കുന്നത് ദൈവകൃപയാണ്. വേറൊരു ഉദാഹരണം പറയാനായിട്ട്, നമ്മളിപ്പോ ഈ ഒരു വിമാനാപകടം കണ്ടില്ലേ? അതെ അതെ. അപ്പോ ഡൽഹിയിൽ നിന്ന് പറന്നു വന്ന പ്ലെയിനാണ്, അവർ ചെക്ക് ചെയ്തു എല്ലാ കാര്യങ്ങളും സൂപ്പറായിരുന്നു. പിന്നെ അതിന്റെ എന്താണ് ഓഫ് ചെയ്യുന്ന സമയത്ത് 35 സെക്കൻഡിനുള്ളിൽ സാധനം താഴെ പോയി. അതാണ്. അപ്പോൾ അപ്പം നമ്മളെപ്പോഴും ആലോചിക്കേണ്ട, ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ കപ്പലിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്ലെയിനിൽ സഞ്ചരിക്കുന്ന ആളാണ്. അതെ അതെ അതെ. അപ്പോൾ എനിക്ക് നല്ലോണം അറിയാം, കാരണം ഇതെല്ലാം നട്ടും ബോട്ടിൽ ഓടുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി എന്ത് വേണേലും സംഭവിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പൊ കടലിലായാലും കരയിലായാലും ആകാശത്തായാലും യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇത് വലിയൊരു സന്ദേശമാണ്. ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ടാണ് ഇതെല്ലാം നടക്കണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ. വെരി ഗുഡ്. വളരെ സന്തോഷം. ഇങ്ങനെ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി നമ്മുടെ ഈ അടുത്ത നാളുകളിലുണ്ടായ ഒരു 1-2 കാര്യങ്ങൾ കൂടി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇവിടെ അറബിക്കടലിൽ ഒരു കപ്പൽ മുങ്ങിപ്പോയി കണ്ടെയ്നർ കപ്പലായിരുന്നു. പിന്നെ കപ്പലിൽ നിന്ന് ഈ കണ്ടെയ്നേഴ്സ് പകുതിയിലേറെ താഴെ കടലിൽ വീണു. കുറച്ച് കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു, അത് ചരിഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്തുകൊണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ ഈ കപ്പലിന് പറ്റിയതെന്ന് അത്ര വ്യക്തമല്ല. എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇതിലെ കപ്പലൊക്കെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറില്ല. ശരിയാ, അത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മേഖലകളിൽ എപ്പോഴും പിന്നെ വെതർ എപ്പോഴും നല്ലതായിരിക്കും, കാലാവസ്ഥ. അതായത് ഇവിടെ നമുക്ക് എന്താണ് സൈക്ലോണോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാറില്ല. സൈക്ലോൺ രൂപപ്പെടുന്നത് തന്നെ 5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ്. അവിടുന്ന് നോർത്ത് വെസ്റ്റേർലി സഞ്ചരിച്ച് പിന്നെ തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ബോംബെ കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ളൊരു പിന്നെ വളരെ രൂക്ഷമായ കാലാവസ്ഥയൊന്നും ഇവിടെ ഉണ്ടാകാറില്ല. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് നമുക്കിത് അറിയില്ലാത്തത്. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അകത്ത് കപ്പലിൽ വെള്ളം എങ്ങനെയോ കയറി. എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോഴും ഇൻവെസ്റ്റിഗേറ്റേഴ്സ്
അന്വേഷണത്തിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയണ്ട. അല്ല, അത് കുഴപ്പമില്ല. അപ്പൊ വെള്ളം കയറി അത് പമ്പ് ചെയ്ത് കളയാനുള്ള സംവിധാനം അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ കയറുന്ന വെള്ളവും പമ്പ് ചെയ്ത് കളയുന്ന വെള്ളവും തമ്മിലുള്ള അനുപാതം വ്യത്യാസം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചരിഞ്ഞു പോയത്. അപ്പോൾ ഇതിൽ ഈ ചരിഞ്ഞു പോയി അത് അതിൻ്റെ അകത്തു നിന്നുള്ള ആൾക്കാർ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അത് മുങ്ങിപ്പോയി. അപ്പോൾ കടലിൽ വീണ കുറേ കണ്ടെയ്നേഴ്സൊക്കെ ഇങ്ങോട്ട് ഒഴുകി വന്നു. അത് ഇപ്പോൾ അവർ ഇതിന് എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട്. ഒരു കപ്പലിന് ഒരുപാട് ഒരു 5-8 ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ കപ്പൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് കപ്പലിന് ഇൻഷുറൻസ് ഉണ്ട്, കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൂടാതെ കാർഗോയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഇതുകൂടാതെ കപ്പൽ മുങ്ങിയാൽ അത് പൊക്കിയെടുക്കാനുള്ള അല്ലെങ്കിൽ അത് സാൽവേജ് ചെയ്ത് അതിൻ്റെ റെക്കേജ് മാറ്റാനുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഈവൻ പൊല്യൂഷൻ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇങ്ങനെ പലവിധ ഇൻഷുറൻസ് വെച്ചിട്ടാണ് ഈ കപ്പലുകൾ ഓടുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ കപ്പൽ 1997 നിർമ്മിച്ചതാണ്. അപ്പോൾ പഴക്കം ഒരു കാരണമല്ല. കാര്യത്തിൽ കപ്പൽ പഴയതാകും തോറും അതിൻ്റെ ഇൻസ്പെക്ഷൻ ഭയങ്കരമായിട്ട് കഠിനം നിറഞ്ഞായിരിക്കും. കാഠിന്യമുള്ള ഇൻസ്പെക്ഷൻ ആയിരിക്കും ഓരോ 5 വർഷം കഴിയുമ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പാസ്സായിട്ടും ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ അത് എന്തെങ്കിലും ഒരു നിർഭാഗ്യവശാൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടാകും. ഇവര് കപ്പൽച്ചാലിൽ നിന്ന് മാറിയാണോ യാത്ര ചെയ്തിരുന്നത്? ഇല്ല, ഞാൻ അതിന്റെ റൂട്ടൊക്കെ നോക്കി. വിഴിഞ്ഞത്തുനിന്ന് പുറത്തേക്ക് വന്ന് ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എന്തോ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് ചാലിൽ നിന്ന് മാറിയതല്ല ഇത് പ്രശ്നം. ഇത് കപ്പലിൽ വെള്ളം കയറി അങ്ങനെ വെച്ചും കയറാം. കാരണം വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ നമ്മൾക്ക് കൊല്ലം മുതൽ അങ്ങോട്ട് വടക്കോട്ട് ഒരു റൂട്ട് ഇട്ടിട്ടുണ്ട്. ആ റൂട്ടിൽ കയറിയിട്ടാണ് എല്ലാവരും പോകുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ റൂട്ട് ഉള്ളപ്പോഴത്തേക്ക് ഒരു ക്യാപ്റ്റന്മാരും അതിന്റെ പുറത്തുകൂടെ ഓടിക്കത്തില്ല. അത് ആ റൂട്ട് ഇട്ടത് തന്നെ നമുക്ക് അച്ഛന് ഓർമ്മയുണ്ടാവും. ഒരുപാട് ആക്സിഡന്റ്, പ്രത്യേകിച്ച് ഫിഷിംഗ് ബോട്ടുമായിട്ടൊക്കെ. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഈ സോമാലിയ പിന്നെ ഈ കടൽ കൊള്ളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇൻഷുറൻസുകാർ ഒരു പരിധി നിശ്ചയിച്ചായിരുന്നു. ഹൈ റിസ്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ 12 മൈൽ വരെ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പടിഞ്ഞോട്ട് ഇന്ത്യൻ കോസ്റ്റിൽ നിന്ന് 12 മൈൽ കഴിഞ്ഞ് പടിഞ്ഞോട്ട് ഹൈ റിസ്ക് ഏരിയ. അതിലെ കൂടെ കപ്പൽ പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കണം. അതിൻ്റെ അകത്ത് കയറുന്ന ആ നിമിഷം മുതൽ എക്സിറ്റ് ആകുന്ന നിമിഷം വരെ കൂടുതൽ പ്രീമിയം കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ നോർമലി ഓണേഴ്സ് പറയും ഈ 12 മൈലിനുള്ളിൽ കൂടെ പോകും. അപ്പോൾ അങ്ങനെ ഈ പടിഞ്ഞാറ് വശത്തൂടെ പോയിക്കൊണ്ടിരുന്ന സകല കപ്പലും ഈ 12 മൈലിനുള്ളിൽ വന്നു. അപ്പോഴാണ് ഈ ഒരു സംഘർഷം ഉണ്ടായത്. അത് വലിയ കപ്പലും നമ്മുടെ ഫിഷിംഗ് ബോട്ടുമായിട്ട് സംഘർഷമൊക്കെ ഉണ്ടായത്. ഫിഷിംഗ് ബോട്ടുകാർക്ക് അവർക്ക് മീനുള്ള പാട്ടിലല്ല അവർക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, അവർക്ക് ആഴത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. മാക്സിമം കൂടി വന്ന ഒരു 100 മീറ്റർ വരെ അവർക്ക് ട്രോൾ ചെയ്യാൻ പറ്റും. 100 മീറ്റർ കഴിഞ്ഞാൽ അവർക്ക് ട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഈ ആക്സിഡന്റ് കൂടിയത് ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് ഒരു പുറത്തേക്ക് ഉള്ള വരവുണ്ടല്ലോ. ആ സമയത്ത് ഇത്രയും നാൾ ജോലിയൊന്നും എടുക്കാതെ ഇരുന്ന് ഇപ്പം മീൻ കിട്ടുമ്പോഴത്തേക്ക് അവർ വേറെ ഒന്നും നോക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇത് രൂക്ഷമായത്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി മറികടക്കാനാണ് ഗവൺമെന്റ് ആയിട്ട് ഇങ്ങനെ ഒരു റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊല്ലം മുതൽ വടക്കോട്ട് ഉണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ കൂടെയാണ് കപ്പലുകൾ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ അത് മുങ്ങിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതല്ല, ഈ കപ്പല് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എത്ര നോട്ടിക്കൽ മൈൽ ലൂടെയാണ് ഇത് യാത്ര ചെയ്യേണ്ടത്? അങ്ങനെ ഒരു പ്രത്യേക ഇതൊന്നുമില്ല, പ്രത്യേക റൂളൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക്. അല്ല, ഇത് പിന്നെ ആഴക്കടലിലൂടെ സഞ്ചരിക്കുന്നതല്ലേ ഇത്? അങ്ങനെയല്ല. അപ്പം നമ്മളിപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്കാണ് പോകണമെങ്കിൽ അവർ അധികം ആഴക്കടലിലേക്ക് പോകുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. അപ്പം അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചാൽ അദ്ദേഹം നോക്കുന്നത് നമുക്ക് കപ്പൽ പോകാനുള്ള വെള്ളം ഉണ്ടോ എന്ന് നോക്കുള്ളൂ. അതായത് ഇപ്പോൾ കപ്പലിൻ്റെ താഴത്തേക്കുള്ള വെള്ളം, പിന്നെ വാട്ടർ ലെവലിൽ താഴത്തേക്ക് എന്തോരം ഉണ്ടാകുന്ന നോക്കും. അതിന് ഡ്രാഫ്റ്റ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊരു 7 മീറ്റർ ആണെങ്കിൽ ഒരു 10 മീറ്റർ 15 മീറ്റർ ആഴം വരെ ആ കപ്പൽ സേഫാണ്. അല്ല, അത് ആ ഭാഗം ശരിയായിരിക്കും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും നമ്മൾ നോക്കുന്നത് പോയിന്റ് A ടു പോയിന്റ് B നമുക്ക് സേഫ്ലി
കടന്നു പോകാൻ ഒരു റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം ഇന്ന സ്ഥലത്ത് കൂടുതൽ ഫിഷിംഗ് ബോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അപ്പോഴത്തേക്ക് നമ്മൾ അത് മാറ്റി പോകാനായിട്ട് ചിന്തിക്കും. പിന്നെ നമ്മൾ തീരുമാനം എടുക്കുന്നത് ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഒരു ഫിഷിംഗ് ക്ലസ്റ്റർ നമുക്ക് റഡാറിൽ കാണാൻ പറ്റുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് പോകാൻ നമുക്ക് ഞാൻ പ്രത്യേകിച്ച് തീരദേശത്ത് നിന്നുള്ള ഒരാളായതുകൊണ്ട് ഞാൻ കഴിയുന്നതും ഒരു വലയോ അല്ലെങ്കിൽ ഒന്നും ഡാമേജ് ചെയ്യാൻ നോക്കത്തില്ല. എനിക്കറിയാം അത് ഒരുപാട് പൈസ ആണ്, ആ ഒരുപാട് പൈസ വേണം അത് റിപ്പയർ ചെയ്തെടുക്കണേ. പിന്നെ അത് വലയൊക്കെ ഇപ്പം തന്നെ പറ്റിയതെന്താണെന്നറിയാമോ? കണ്ടെയ്നേഴ്സ് കടലിൽ കൂടി സഞ്ചരിക്കും. ഈ താഴെ പോയ പുറത്തേക്ക് പോയ കണ്ടെയ്നേഴ്സ് അത് അവിടെ ഇവിടെയും കിടപ്പുണ്ട്, കുറേയൊക്കെ അടിഞ്ഞു. ഇപ്പോൾ എന്താണ്, മീൻപിടുത്തക്കാരൻ പോയിട്ട് വലയിടുമ്പോൾ ഈ കണ്ടെയ്നേഴ്സിൽ തട്ടിയിട്ട് വല കീറിപ്പോകുന്നു. വല കീറിപ്പോയി, എത്രയോ വള്ളക്കാരുടെ വല കീറിപ്പോയി. ഒരു വല കീറിപ്പോയി. നമുക്കറിയാമല്ലോ ഈ വഞ്ചിയും വലയിലും വലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. വഞ്ചിക്ക് വൺ ടൈം സംഭവമാണ്. അതേ സമയത്ത് വലയെന്ന് പറയുന്നത് ഡെയിലി എന്നോണം നമ്മൾ റിപ്പയർ ചെയ്യാം. മാത്രമല്ല ഒരു വലിയ വല ശരിയാക്കി എടുക്കുമ്പോഴത്തേനും ഒത്തിരി പൈസ ചിലവ് വരുന്നുണ്ട്. അത് മുഴുവനും കീറിപ്പോവുക എന്ന് പറഞ്ഞാൽ ഒരു മീൻപിടുത്തക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് തീരുന്ന ഒരു സംഭവമാണത്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതും കൂടാതെ ഇതിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചില കണ്ടെയ്നേഴ്സിൽ. അത് അത്തരം കണ്ടെയ്നേഴ്സ് കപ്പലിൽ തന്നെയാണെന്നും അത് പൊട്ടിപ്പോയിട്ടില്ലെന്നും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഈ പുറത്തേക്ക് വന്ന കണ്ടെയ്നേഴ്സ് ചിലതൊക്കെ ഇവിടെ അടിയുകയൊക്കെ ചെയ്തു. ചിലത് ശൂന്യമായിരുന്നു, ചിലതിൽ പഞ്ഞിയായിരുന്നു, മറ്റു ചിലതിൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആളുകൾ അവിടെ പോകരുതെന്നും തൊടരുതെന്നും അതിൻ്റെ അടുത്ത് നിൽക്കരുതെന്നും ഒക്കെ ഇവിടെ പത്രമാധ്യമങ്ങളിലൂടെ അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ തീരത്തെ ജനങ്ങളെ വല്ലാണ്ട് അലോസരപ്പെടുത്തി, അങ്കലാപ്പിലാക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതും കൂടാതെ നമുക്കെന്താ പറ്റിയേക്കണമെന്ന് ചോദിച്ചാൽ, ഈ കണ്ടെയ്നേഴ്സ് എല്ലാം മറിഞ്ഞതുകൊണ്ടും രാസവസ്തുക്കളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും ഈ കടൽ പൊള്യൂട്ടഡായി എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ കടലിൻ്റെ, ഈ കടലിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കാതലായ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം ഈ മത്സ്യസമ്പത്ത് ആ ദിവസങ്ങളിൽ തന്നെ കുറഞ്ഞു, നമുക്ക് കിട്ടാതായി. മീൻ പിടിക്കാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം ഇനി അങ്ങോട്ട് അതിൻ്റെ ആഘാതം കൂടിക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഇതിനിടയിൽ കൂടി കുറേ പേരൊക്കെ പറഞ്ഞു വരുത്തിയത് അത് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞൂടാ, മത്സ്യം കഴിക്കരുതെന്നും പറഞ്ഞ് അവസാനം ഇവിടെ ആൾക്കാരെല്ലാം കൂടിയിട്ട് പബ്ലിക്കായിട്ട് മത്സ്യം കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇത്രയും ഉണ്ടായ സമയത്തും സർക്കാർ ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ സർക്കാർ പറഞ്ഞത് അവർ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കപ്പലാണ്, അതായത് അദാനിയാണല്ലോ നമ്മുടെ പോർട്ട്. അപ്പോൾ അദാനിയുടെ കൂട്ടുകാരാണ് ഇവർ, അദാനിയുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് അവർക്കെതിരെ കേസ് കൊടുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് അവരോട് നഷ്ടപരിഹാരം മാത്രം ചോദിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവിടെ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇത് കേസ് കൊടുക്കണം. കാരണം ഇൻഷുറൻസ് ഉള്ളതാണ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ദെയർ മസ്റ്റ് ബി എ കേസ്. അതല്ലാതെ നമ്മൾ സൗഹാർദ്ദതയിൽ ചോദിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നേച്ചും പോകും. അത് ഒരു യാചന പോലെ ആയിപ്പോവും. അതുകൊണ്ട് കേസ് കൊടുക്കും. അവസാനം ഇപ്പം സർക്കാർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കേസ് കൊടുത്താലും കോമ്പൻസേഷൻ കിട്ടിയാലും ഇത് യഥാർത്ഥത്തിൽ കോമ്പൻസേഷൻ കിട്ടേണ്ടത് കടപ്പുറത്തെ മീൻപിടുത്തക്കാരനാണ്, അവിടെ താമസിക്കുന്ന ആളുകൾക്കാണ്. അതിൻ്റെ പൊള്യൂഷൻ്റെയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നത് തീരത്താണ്. അത് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും? അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള പൈസ കിട്ടേണ്ടതല്ലേ? ക്ലെയിം ചെയ്യണം. കാര്യം വെച്ചാൽ അതിന് ഞാൻ മനസ്സിലാക്കിയത് ഗവൺമെന്റ് തന്നെ ഒരു ടീം, ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ മറൈൻ എക്സ്പെർട്സിനെയൊക്കെ വെച്ചിട്ട് ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയാണ് ഇത് അവരുടെ നേതൃത്വത്തിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. അഡ്മിറാലിറ്റി ഷൂട്ടായിട്ടായിരിക്കും കൊടുത്തേക്കണം. അച്ഛൻ നിയമം അറിയാമല്ലോ. അപ്പോൾ അഡ്മിറാലിറ്റി ഷൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള കോമ്പൻസേഷൻ നമുക്ക് എല്ലാത്തിനും കിട്ടും. കിട്ടേണ്ടതാണ്. നമ്മൾ
ഈ പറഞ്ഞ ടീം സർക്കാരിനെ ഉപദേശിച്ചിട്ട് അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ഡിഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുമ്പോഴേ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നത് വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് ആർഗ്യുമെൻറ്റ്സ് വേണം. എന്താണ് നിങ്ങൾക്ക് പറ്റിയ കോമ്പൻസേഷൻ? ഇപ്പോൾ കടപ്പുറത്ത് ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ആർക്കറിയാം? കടലിൻ്റെ ആവാസ വ്യവസ്ഥ പോയോ? ആർക്കറിയാം? പിന്നെ ഇവിടെ എന്താണ് കണ്ടെയ്നേഴ്സിൽ എന്തായിരുന്നു അറിയാമോ? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇത് ശാസ്ത്രീയമായി പഠിക്കുക എന്നൊരു വിഷയമുണ്ട്. ഇത് അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പം അതിന് ഈ പറഞ്ഞ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറെ ഒരു പഠന സംഘത്തെ നിയോഗിച്ചിട്ട് വേണം അതാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് കാര്യകാരണ സമിതം നമ്മൾ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതി കേസ് പെൻഡിങ് ആണ് ഇപ്പം. പക്ഷെ അവിടെ ആർഗ്യുമെന്റ് സൈഡിൽ ആർഗ്യുമെന്റ് എടുത്തിട്ടില്ല. ആർഗ്യുമെന്റ് സൈഡിൽ പറയാനായിട്ട് നമ്മുടെ കയ്യിൽ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് വേണം. ഈ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് മസ്റ്റ് ബി കളക്റ്റഡ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡ്. ഇങ്ങനെയൊക്കെയാണ് ഇത്. എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ഈ കേസ് വളരെ ഗൗരവത്തോടെ നടത്താൻ നല്ല വിൽ പവർ ഉണ്ടാകണം, എന്നാലേ ഇത് നടക്കത്തുള്ളൂ. അങ്ങനെ കളക്ട് ചെയ്യുകയും പൈസ കിട്ടുകയും അത് മീൻപിടുത്തക്കാരനും തീരത്ത് താമസിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ കോമ്പൻസേഷൻ്റെ ഷെയർ കിട്ടുകയും ചെയ്യണം. ഇപ്പോൾ വേറൊരു ഗതികേടെന്ന് പറയുന്നത് അറിയാമോ? അതും വളരെ പ്രശ്നം പിടിച്ചതാണ്. അതായത് ഈ സമയത്ത് തന്നെയാണ് കടൽക്ഷോഭം ഉണ്ടായത്. കടൽക്ഷോഭം ഉണ്ടായി, കടൽ കിടന്ന് കടൽ തീരത്ത് പോയി നിന്നാൽ കാണാമായിരുന്നു, കറുത്ത കടലായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെളി ഇളകി അങ്ങനെയുള്ള കടലായിരുന്നു. കാറ്റുണ്ടായി, കാറ്റും കടലും വെള്ളവും മഴയും ഇതെല്ലാം കൂടിയിട്ട് കടൽ വല്ലാണ്ട് ഉള്ള ഒരവസ്ഥയിലായിരുന്നു. ഇപ്പം ഇത്തിരി ശാന്തമായി വരുന്നുണ്ട്. ഇനി കടൽ കയറ്റം ഉണ്ടായി, ഒരുപാട് വീടുകൾ പോയി, ഇതും കൂടാതെ മത്സ്യം കിട്ടാതായി, ആളുകൾ പട്ടിണിയായി. ഇങ്ങനെയൊക്കെയുള്ള ശരിക്കുള്ള ദുരിതം ഉണ്ടായിരുന്നു. നല്ലൊരു ഡാമേജാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലതൊന്നും ചേർത്ത് വെക്കാൻ പറ്റും, ചിലതെല്ലാം നാച്ചുറലാണ്. ഇപ്പോൾ വേറൊരു പ്രോബ്ലം കൂടി ഉള്ളത്, ഈ നമ്മുടെ സർക്കാർ ഈ കടൽക്ഷോഭമില്ലേ, കടൽക്ഷോഭം പ്രകൃതിക്ഷോഭമായിട്ട് കണക്കാക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു സാധനം കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കായലിൽ നിന്ന് വെള്ളം കയറി 2 വീട് പോയാൽ അപ്പം കൊടുക്കും കോമ്പൻസേഷൻ. കടൽ കയറി വീട് പോയാൽ കൊടുക്കത്തില്ല. കാരണം അവർ പറയുന്നത് ഇതൊരു പ്രകൃതിക്ഷോഭമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാണ്. അത് പ്രകൃതിക്ഷോഭമല്ല, കടലിൻ്റെ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ് എന്നെന്തോ കരുതുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടൽ ഇങ്ങനെ നമ്മൾ കരുതുന്ന പോലെ ശാന്തമായിട്ട് കിടക്കുന്നതല്ലല്ലോ കടൽ ശാന്തമാകാത്തതാണ് കടൽ. അതാണ് കടൽ. അപ്പോൾ അതാണ് ഒരു പ്രശ്നമൊക്കെ കിടക്കുന്നത്. ഏതായാലും ഇത് തീരത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെയും സർക്കാരിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് പരിഹരിക്കണം, ഈ കേസ് കൊടുക്കുകയും കോമ്പൻസേഷൻ കളക്ട് ചെയ്തിട്ട് തീരത്തുള്ള ആളുകൾക്ക് കൊടുക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു നമ്മൾ തന്നെ ഇപ്പോൾ അച്ഛൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വിദഗ്ധരെ കൊണ്ട് ഒരു പഠനം നടത്തിയിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് കൊടുക്കണം. നമ്മുടെ ഹൈക്കോടതി ആണെങ്കിലും വേറെ കീഴ്ക്കോടതികളാണെങ്കിലും അവർക്ക് ഇതാണല്ലോ വേണ്ടത്. പക്ഷേ നമുക്ക് ഇത് കോമ്പൻസേഷൻ വേണം, ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നമുക്ക് ആരെങ്കിലും ഇത്തരം എവിഡൻസ് എടുത്തു തരാൻ ആളുണ്ടോ? അതാണ്, അത് കിട്ടാൻ പാടാണ്. ഞങ്ങളെപ്പോലെ പ്രൈവറ്റ് പേഴ്സൺസ് എന്തുമാത്രം അന്വേഷിച്ച് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് ഒരു കപ്പൽ കത്തിപ്പോയി. അതും ഈ കടലിൽ തന്നെയാണ്. അതിൻ്റെയും കണ്ടെയ്നേഴ്സ് എല്ലാം വെള്ളത്തിൽ പോവുകയും ഇതൊക്കെ ചെയ്ത്. ഇപ്പം ഇത് 2ാമത്തെ കപ്പലിലും ഇതുപോലെ തന്നെ രാസവസ്തുക്കളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം 2 കപ്പലായി അപകടത്തിൽപ്പെട്ട് നമ്മുടെ കടലിൽ കിടക്കുന്നു. ഇതെല്ലാം കൂടിയിട്ട് കടലിനെ ഈ 2ാമത്തെ കപ്പൽ കത്താനുള്ള കാര്യം എന്തായിരിക്കും? അത് കാർഗോ ഫയറാണ്. അതായത് കണ്ടെയ്നറിനകത്ത് ഉള്ളിലുണ്ടായിരുന്ന കാർഗോ തീ പിടിച്ചതാണ്. കാർഗോയ്ക്ക് തീ പിടിച്ചതാണ്. ഇപ്പൊ കപ്പലിന് എന്തെങ്കിലും തീ പിടിച്ചാൽ അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. കാർഗോയ്ക്ക് തീ പിടിച്ച പാടാണല്ലേ? അത് ഇതിൻ്റെ ഒരു സംശയം പറയുന്ന ഇതാണ്, കാർഗോ മിസ് ഡിക്ലറേഷൻ ആണ്. അതായത് കാർഗോ ശരിക്കുമുള്ള കാർഗോ അല്ല ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് IMDG എന്ന് പറയുന്ന സംഭവമുണ്ട്, ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ് കോഡ്.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാലേ ഡേഞ്ചറസ് ഗുഡ്സ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു കണ്ടെയ്നർ അവർ ഡിക്ലെയർ ചെയ്യണത് സാധാരണ ഗുഡായിട്ട് അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് ഐറ്റം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ സ്പ്രേ പെയിന്റില്ലേ ക്യാനിൽ വരുന്നത് അത് ഒരു കണ്ടെയ്നർ നിറച്ചിട്ട് അത് ഹൗസ് ഹോൾഡ് ഐറ്റം സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് കൊണ്ടുവന്ന് മറ്റുള്ള കണ്ടെയ്നറിനടുത്ത് നടുക്ക് തന്നെ വെക്കും. ജനറൽ കാർഗോ ആണ്. അതേസമയം അത് പെയിന്റ് എറോസോൾ എന്ന് ഡിക്ലെയർ ചെയ്ത IMDG ക്ലാസ് 3 ആണ്. അത് ശരി. അപ്പോൾ അത് വെക്കാനും അത് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാതെ വരും. അതായത് പിന്നെ ഈ കണ്ടെയ്നറിലെ കാർഗോ പ്ലാനിങ് എല്ലാം കരയിലാണ് നടക്കുന്നത്, കപ്പലിലല്ല. അത് പിന്നെ ഏത് കണ്ടെയ്നർ ഒരു കണ്ടെയ്നർ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാർഗോ പ്ലാനർ കരയിലിരുന്നാണ് ഇത് എവിടെ ഏത് സൈഡിൽ ഏത് ബേയിൽ ഏത് റോയിൽ വെക്കണമെന്നൊക്കെ തീരുമാനിക്കും. ഏത് കപ്പലിൽ അങ്ങനെയാണ് അത് വിടുന്നത്. അതേസമയം ഈ കണ്ടന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് IMDG കാർഗോ ആണെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് കാർഗോ ആണെന്ന് അറിഞ്ഞാൽ അതിന് പറ്റിയ സ്ഥലത്ത് അത് സ്റ്റോർ ചെയ്യും. പെട്ടെന്ന് തീ പിടിച്ചാൽ പെട്ടെന്ന് അടക്കാനുള്ള ഒരു വകുപ്പിൽ. ഇപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ് IMO അറിയിച്ചേക്കുന്നത് ഇതുപോലത്തെ 1-2 ഇൻസിഡൻറ്റ് ഓൾറെഡി നടന്നിരിക്കുന്നു എന്നാണ്. മിസ്ഡിക്ലറേഷൻ ഉള്ളത് കൊണ്ട് കാർഗോയ്ക്ക് കത്ത് പിടിച്ചിട്ട് അത് രണ്ടും കെടുത്താൻ പറ്റി. അത് വലുതായില്ല. ഇത് ഇങ്ങനെ ഒരു എഫിഷ്യൻസിയാണ്. അല്ല, അത് കപ്പൽ തന്നെ കെടുത്തിയതാണ്. കപ്പൽ തന്നെ കെടുത്തിയതാണ്. പക്ഷെ അത് അവർ റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തു, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന പോലെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അവർ ഇന്റർനാഷണൽ ബോഡിയാണ് IMO, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. IMOയിൽ ഇന്ത്യ ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാർഗോ മിസ്ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇന്നാക്യുറേറ്റ്, ഇൻകംപറ്റബിൾ ആൻഡ് ഫ്രോഡുലന്റ് ഡിക്ലറേഷൻ ആണ്. അത് മിസ്ഡിക്ലറേഷൻ എന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് വരുന്ന പ്രശ്നം ഇതാണ്. അതായത് നമുക്ക് അതിൻ്റെ സ്റ്റോവേജും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാര്യം സാധാരണ ഒരു കാർഗോ ആണെന്ന് പറയുമ്പോൾ നമ്മൾ അരിയാണെന്ന് വിചാരിച്ച് വെക്കുന്ന സാധനത്തിൻ്റെ അകത്ത് പെയിന്റ് ആണെങ്കിൽ വ്യത്യാസം ഇല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഗോ ആകുമ്പോഴത്തേക്ക് നമ്മൾ അത് വെക്കാനുള്ള സ്ഥലം, അതിനുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ സെപ്പറേഷൻ, ഇതെല്ലാം ഈ റൂൾ അനുസരിച്ച് പോകും. അപ്പോൾ ചിലപ്പോൾ അതിന് കൂടുതൽ ഫ്രൈറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ചില ഷിപ്പേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിന് എല്ലാ ഈ പറഞ്ഞ ഷിപ്പേഴ്സും ചാർട്ടേഴ്സും ഒക്കെ ഉത്തരം പറയേണ്ടി വരും. അല്ല, അത് മാത്രമല്ല, അവിടെ ഇതിനകത്ത് 2-3 പേര് മരിച്ചുപോയി. മരിച്ചുപോയി. കുറേ ആൾക്കാർ വെള്ളത്തിൽ പെട്ടുപോയിട്ട് നമ്മുടെ കോസ്റ്റ് ഗാർഡും എല്ലാവരും കൂടി ചേർന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ദേ ആർ സേഫ് നൗ. പക്ഷേ ഉള്ള ഒരു പ്രോബ്ലം, ഈ അവർക്കും കോമ്പൻസേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ തീരത്തിനും അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഒരു കോമ്പൻസേഷൻ ഓൾറെഡി ഒരു സാൽവേജ് കമ്പനി എൻഗേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ വാടക്കൽ അടിഞ്ഞ അതിന്റെ വന്ന് എടുത്തുകൊണ്ട് പോയി ആ സാൽവേജ് കമ്പനി. അതുകൂടാതെ ഒരു സാൽവേജ് ടഗ് ഇപ്പോൾ ഓൾറെഡി ചെന്നിട്ട് അവിടെ കപ്പലുമായിട്ട് ടോൾ ലൈൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കെട്ടി വലിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ മേജർ ഫയർ അവർ ഇത് ചെയ്തു, അതായത് ഫൈറ്റ് ചെയ്ത് ഇല്ലാതാക്കി. പക്ഷേ ചെറിയ രീതിയിൽ ചെറുതായിട്ട് പൂർണ്ണമായിട്ടും അടഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ കുറച്ച് ആൾക്കാർ സാൽവേജ് ടീം കപ്പലിൽ കയറിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എമർജൻസി ജനറേറ്റർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് കപ്പലിനെ ഏതെങ്കിലും പോർട്ട് ഓഫ് റെഫ്യൂജിലേക്ക് കൊണ്ടുപോകുക. ഇന്ത്യയിൽ ഒരു പോർട്ടും എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് ശ്രീലങ്കയിൽ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതെല്ലാം എടുത്ത് മാറ്റി അത് അതിനുള്ള പരിശ്രമമാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള എല്ലാ ഇപ്പോൾ എന്ത് ഇൻസിഡൻറ്റ് നടന്നാലും അതിന് കോമ്പൻസേഷൻ നമുക്ക് കിട്ടും. കോമ്പൻസേഷൻ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ട്. അതായത് ഈ ഇൻഷുറൻസിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. കപ്പലിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന പോലെയല്ല. അതിന് ഞങ്ങൾ P&A ക്ലബ്സ് എന്നാണ് പറയുന്നത്, പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി. P&A ക്ലബ്സ് ആണ്. അതായത് ഈ ക്ലബ് എന്ന് പറയുന്നത് ഒരു ഈ ഷിപ്പ് ഓണേഴ്സ് കൂടി ഒരു ക്ലബ് ഉണ്ടാക്കിയിട്ട് ആ ക്ലബ്ബാണ് തരുന്നത്. അപ്പോൾ ക്ലബിന് ലിമിറ്റേഷൻ വെച്ചാൽ ക്ലബ്ബ്
ഒരു $10 മില്യൺ വരെ അവർ കോമ്പൻസേഷൻ തരാൻ അവരെ കൊണ്ട് പറ്റും. അതിന് മേലിലുള്ള ക്ലെയിം ഉണ്ടെങ്കിൽ ക്ലബ്ബുകളെല്ലാം കൂടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി. അത് ശരി. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് P&A ക്ലബ്സ് അവരുടെ കയ്യിലേക്ക് പോകും കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ഒരു $100 മില്യൺ വരെ തരാൻ പറ്റും. അത് ശരി. അതിലും നിന്നില്ലെങ്കിൽ ഇവർക്ക് റീ ഇൻഷുറൻസ് ഉണ്ട്. അതായത് ഇൻഷുറൻസ് കമ്പനികളെല്ലാം കൂടെ അവരെ തന്നെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. ശരി. അവർക്കും തരാൻ പറ്റുമല്ലേ? അവർക്ക് ഒരു $2.1 ബില്യൺ വരെ തരാനായിട്ട്. ചില കേസുകൾ ഭയങ്കര ഭീകരമാണ്. അതായത് ഇപ്പോ അച്ഛൻ അറിയാവുന്ന പോലെ സൂയസ് കനാലിൽ ഒരു കപ്പൽ പെട്ടു, എവർ ഗിവൺ എന്ന് പറഞ്ഞു. ആ കപ്പൽ അവിടെ അപകടത്തിൽ പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കനാൽ അടഞ്ഞു പോയില്ലേ. അപ്പോൾ എനിക്കൊന്ന് ഒരാഴ്ചയോളം കനാലിന്റെ ഓപ്പറേഷൻ നടന്നില്ല. അപ്പോൾ അതിനുള്ള പൈസ എല്ലാം കൊടുത്തിട്ടാണ് ആ കപ്പൽ അവിടുന്ന് പോയത്. അതായത് അത് ഈ പറഞ്ഞ പോലെ ഒരു നെഗോഷിയേഷന്റെ ഭാഗമായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്ത് അവർ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തു കഴിയുമ്പോൾ കപ്പൽ വിടും. സാധാരണ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ കപ്പലിന്റെ ഇതുപോലെ P&A ക്ലബിന് എല്ലാ രാജ്യത്തും എല്ലാ പോർട്ടിലും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാകും. അപ്പം നമ്മളിപ്പോൾ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ P&A ക്ലബിന്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് ടേക്ക് ഓവർ ചെയ്യും. ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ക്ലെയിം ആയിരിക്കും, ഒരു $10 ലക്ഷം ക്ലെയിം ആണെങ്കിൽ അവർ ചെക്ക് വരും, $10 ലക്ഷം ചെക്ക് പിടിച്ചോ, കപ്പൽ വിടും, കപ്പൽ പൊക്കോട്ടെ. ബാക്കി കേസ് നടന്നതിന് ശേഷം അത് അവർ ഒന്നെങ്കിൽ ചിലപ്പോൾ കോർട്ടിന് പുറത്ത് ഒത്തുതീർക്കും, അല്ലെങ്കിൽ കോടതിയുടെ വിധി അനുസരിച്ച് ആ ഒരു കോമ്പൻസേഷൻ പേ കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സാൽവേജ് ടീം ഈ കപ്പലിനെ കൊണ്ടുപോകാൻ നോക്കുന്നെന്ന് പറഞ്ഞല്ലേ? അത് നമ്മൾ വിട്ടുകൊടുക്കുന്ന അത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. ആ കടലിൽ കിടക്കാൻ പാടില്ല ഒന്നത്. പക്ഷെ അത് കൊണ്ടുപോകുന്നു എന്നതുകൊണ്ട് നമുക്ക് കോമ്പൻസേഷൻ കിട്ടാതെ വരുമോ? ഇല്ല. അത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് അത് അവരോട് പറയും. ഇപ്പൊ ഇവർ ഓൾറെഡി റെപ്രസെന്റേഷൻ വന്നതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അവർ ഇതെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ P&A ക്ലബ് ഇൻഷുറൻസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ സാൽവേജ് ടീമിനെ അസൈൻ ചെയ്തതും ഇങ്ങനെ ഇതെല്ലാം കണ്ടെയ്നറും ലൈഫ് ബോട്ടും ഇതെല്ലാം പെറുക്കിക്കൊണ്ട് പോകുന്നതൊക്കെ അവർ നിയമിച്ച അല്ലെങ്കിൽ അവർ കോൺട്രാക്ട് കൊടുത്ത കമ്പനികളാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ നിലയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്കുള്ള കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന കേസ് നമ്മുടെ എൽസത്രിയുടെ കേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹൈക്കോടതിയിലാണ്. ഈ 2 കേസും കൂടി നമ്മൾ ഏതെങ്കിലും ഇന്റർനാഷണൽ കോർട്ടിനെ സമീപിക്കേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ഈ കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് തന്നെ അവർ തന്നെ കൊടുത്ത. ഇനി മറ്റൊരു ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇൻഷുറൻസ് കമ്പനിയും നമ്മൾ ഈ പറഞ്ഞ പോലെ കപ്പൽ പോയി എന്ന് വിചാരിച്ചിട്ട് അവർ പറ്റിച്ചിട്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല. അവർക്ക് അതിനുള്ള ഫണ്ടുണ്ട്, ചെയ്യാൻ പറ്റും, ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഈ ഒരു സാഹചര്യത്തിൽ നേരാണ് നമ്മുടെ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു. ഓക്കെ. ഈ തീരത്ത് താമസിക്കുന്ന ആളുകൾ സംഘം ചേർന്നോ വ്യക്തിപരമായോ എന്തെങ്കിലും കേസ് കൊടുക്കുകയോ അങ്ങനെ ഒരു കേസ് നിൽക്കില്ല. കാരണം ഇൻഡിവിജ്വൽസ് ഇതാരോട് എന്ത് പറയാനാണ്. പക്ഷേ എന്തെങ്കിലും ഒരു അപേക്ഷ പോലെയെങ്കിലും ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണോ? തീരപ്രദേശത്ത് ഒരു സംഘം ചേർന്ന് ഞങ്ങൾ കുറേ പേര് അഫക്റ്റഡ് ആണ്, അപ്പോൾ ഞങ്ങൾക്കിതിന് ക്ലെയിം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗവൺമെൻറ്റിന് കൊടുക്കണോ, ഈ പറഞ്ഞ ക്ലബ്ബുകൾക്ക് കൊടുക്കണോ, അങ്ങനെ എന്തെങ്കിലും വേണോ? ഇല്ല, ക്ലബ്ബുകൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇപ്പൊ കേസ് നടക്കുന്ന കോടതിയിലോ നമുക്ക് റെപ്രസെന്റേഷൻ നമ്മൾ ഇംപ്ലീഡ് ചെയ്യാം. അഡ്മിറാലിറ്റി റൂള് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയർ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ. അഡ്മിറാലിറ്റി റൂൾ എന്ന് പറയുന്നത് അത് വേറൊരു സബ്ജക്ട് തന്നെയാണ്, അച്ഛനറിയാം. അപ്പൊ അത് അവര് UK പോയി പഠിച്ച ആൾക്കാരായിരിക്കും. നമുക്ക് എറണാകുളത്തുണ്ട് അത്തരം ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് പറയും. ഞങ്ങള് കപ്പലിന്റെ ഓപ്പറേറ്റേഴ്സ് ആണ്, നടക്കാനേ അറിയാം. അത് മനസ്സിലായി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ നിയമപരമായിട്ടുള്ള നൂലാമാലകൾ ഞങ്ങൾക്ക് അത്രയും അറിയാൻ പാടില്ല. എന്നാലും കുറച്ചും നമുക്ക് ആവശ്യമുള്ള മാരിടൈം ലോ ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും മതി ഈ കാര്യത്തിൽ. ഇനി സാറ് ഇപ്പൊ ഓടിക്കുന്ന കപ്പലിന്റെ പേരെന്താണ്? എൻ്റെ കപ്പലിന്റെ പേര് എയ്ജർ സെൽമർ,
ഏഞ്ചൽ ഏജർ AEGIR ഏജർ സെൽമാർ എന്നുള്ളൊരു കപ്പലാണ്. ഇത് ഏത് രാജ്യത്തിന്? ജർമ്മൻ കമ്പനിയാണ്, ജർമ്മൻ കപ്പലാണ്. പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർഷൽ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു രാജ്യത്താണ്. അത് അവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കണ്ടെയ്നർ കപ്പലാണ്? അല്ല, ബൾക്ക് കാരിയർ എന്ന് പറയും. ബൾക്ക് കാരിയർ നേരത്തെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അത് ശരി. ഞങ്ങൾ ബൾക്കായിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുനടക്കും. ക്രെയിനൊക്കെ ഉള്ള 5 അറകളുള്ള ഒരു കപ്പലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഒരു 23 പേരുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ചീഫ് എഞ്ചിനീയർ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇതിനകത്ത്. നിങ്ങൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴേ കുറേ മാസങ്ങൾ കപ്പലിലായിരിക്കില്ലേ? ആയിരിക്കും. അപ്പം നമുക്ക് കരപ്പറ്റാൻ പോലും പറ്റത്തില്ല, കരയിൽ എത്താൻ പറ്റുന്നില്ല, പലപ്പോഴും കടലിൽ തന്നെയാണല്ലോ. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾ, അതൊക്കെ ഈ കപ്പലിൻ്റെ അകത്ത് അതിന് സൗകര്യമുണ്ടോ? നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മൾ ഒരു വോയേജ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമ്മൾ ഭക്ഷണം എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്, ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ട്രിപ്പിൽ ഒരു ലോങ് വോയേജ് ചെയ്ത് ജപ്പാനിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് ഞാൻ സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക ചുറ്റി, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഞാൻ അമേരിക്കയ്ക്ക് പോയി. അതൊരു 55 ദിവസത്തെ വോയേജ്, കണ്ടിന്യൂസ് വോയേജ്. അപ്പൊ ഇതിനിടെ ഒരു സ്റ്റോപ്പേജ് സിംഗപ്പൂർ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ റീഫ്യൂവലിന് വേണ്ടിയിട്ട് നിർത്തും. റീഫ്യൂവലിന്റെ സമയത്ത് ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളും എല്ലാം നമ്മൾ അവിടെ സിംഗപ്പൂർ അങ്ങനെയുള്ള ഈ റീഫ്യൂവലിംഗ് എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഇതിനുള്ള നല്ല സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ പോകും. ഞാനൊരു തമാശ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അതെ, ഈ നിങ്ങളിക്കരയൊക്കെ പോകും, യാത്ര ചെയ്യല്ലേ, നിങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു വലയിട്ട് മീൻ പിടിച്ച് ഭക്ഷണം കഴിച്ചുകൂടെ? വലയിട്ടാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ കപ്പൽ ആങ്കർ ചെയ്ത് കിടക്കുന്ന സമയത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അങ്ങനെ ചെയ്യാറുണ്ടോ? പക്ഷേ എൻ്റെ കമ്പനി അനുവദിക്കില്ല. അതാണ് എൻ്റെ കമ്പനി അനുവദിക്കാത്ത കാര്യം വെച്ചാൽ നമുക്ക് അറിയാവുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഈ അറബിക്കടലിലെ മീനെ അറിയത്തുള്ളൂ. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഷീലാവ്. ഈ ഷീലാവ് നമ്മളിവിടെ കഴിക്കുന്ന സാധനമാണ്. സൗത്ത് അമേരിക്കയിൽ ചെന്ന് ഷീലാവ് പിടിച്ച് കറി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലെഡാണ്, ആള് മരിച്ചു പോകും. ആണോ? അപ്പോ നമുക്ക് നമ്മുടെ മീനെ അറിയാവുള്ളൂ. വേറെ സ്ഥലത്ത് പോയി അതേ മീൻ പിടിച്ച് കറി വെച്ച് കഴിച്ചാൽ എന്ത് പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കമ്പനിയിൽ കൂടുതലും ഫിലിപ്പീനോസ് ആണുള്ളത്. ക്രൂ ഫിലിപ്പീനോസും ഓഫീസേഴ്സ് യുക്രൈനിയൻസ്, ഈസ്റ്റ് യൂറോപ്യൻസും പിന്നെ ഒരു ഇന്ത്യക്കാരൻ ഞാനുമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ ഫിലിപ്പീനോ ക്രൂവിന് ഈ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവർ ശരിക്കും പറഞ്ഞാൽ ഐലൻഡ് നേഷൻ ആണല്ലോ. അപ്പോൾ അവർക്ക് മീൻ പിടുത്താൻ എല്ലാവർക്കും അവർക്ക് നല്ല വശമാണ്. അപ്പോൾ ഇവർ എവിടെ ചെന്നാലും മീൻ പിടിച്ച് കഴിക്കും. അങ്ങനെ 1-2 ഇൻസിഡന്റ് ഉണ്ടായി, ഫുഡ് പോയ്സണിങ് ഉണ്ടായി. അപ്പോൾ അതാണ് ഒരു വിഷയം. അതുകൊണ്ട് നമുക്ക് അത് കമ്പനി അനുവദിക്കില്ല. ഞാൻ തമാശക്ക് ചോദിച്ചതേ ഉള്ളൂ. കാരണം സിൻസ് യു ആർ ട്രാവലിംഗ് ഓൺ സീ, നമുക്ക് ട്രോൾ ഹുക്ക് എന്ന് പറയും. അത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വലിച്ചോണ്ട് പോകുമ്പോൾ വലിയ മീൻ കിട്ടും. അതിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് സ്പീഡ് കുറവായിരിക്കണം. അതായത് ഒരു 7 നോട്ടിക്കൽ മൈൽ പെർ അവർ സ്പീഡ് ആണെങ്കിൽ മാത്രമേ ഈ മീൻ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു 10-12 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് പോകണം. അപ്പൊ അത് കിട്ടത്തില്ല. അപ്പൊ മീൻ വന്ന് അടിക്കില്ല, വന്ന് അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ്. ഇപ്പം എത്ര കാലമായി ഇപ്പൊ കപ്പലിൽ? ഇപ്പോൾ ഈ ജൂൺ 5-ാം തീയതി ആയപ്പോഴത്തേക്ക് 30 വർഷമായി. 30 വർഷമായി, അത് ശരി. നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഏജ് ഒക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അത്ര കാലം നമുക്ക് വർക്ക് ചെയ്യാം. ഫിസിക്കൽ ഫിറ്റ്നസ് അത് TMT വരെ ചെയ്തിട്ടാണ് നമ്മൾ പോകണം. എന്നുവെച്ചാൽ ഈ കപ്പലിലുള്ള പ്രത്യേകിച്ച് ക്യാപ്റ്റന് ജോലി ചെയ്യുന്ന ഒരുപാട് പിന്നെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കടലിലാണെങ്കിൽ വെതർ മോശമായ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കരയിൽ വന്നാൽ കാർഗോയുടെ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. സ്ട്രെസ് ടെസ്റ്റ് വരെ ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. 60 വയസ്സ് വരെയൊക്കെ പോകാം. 60 വയസ്സിന് മേളിലും ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. എനിക്ക് പകരം വന്ന ക്യാപ്റ്റൻ 65 വയസ്സുള്ള ആളാണ്. അപ്പോ അദ്ദേഹം ഫിറ്റാണ്, അതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ടില്ല. സാറിന്റെ വൈഫിന്റെ പേരെന്താണ്? എൻ്റെ വൈഫിന്റെ പേര് ജോളി ജോർജ്. ജോളി ജോർജ്. ഓക്കെ.
എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3 പിള്ളേർ. വൈഫ് ടീച്ചറാണ്. അപ്പോൾ ആദ്യമേ ആലപ്പുഴ രൂപതയുടെ സ്കൂളിൽ തന്നെയായിരുന്നു. അച്ഛൻ തന്നെയാണ് അയാളെ അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ 8 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് PSC കിട്ടി അല്ലേ? പോയി. അന്നും അച്ഛൻ തന്നെയായിരുന്നു ഡയറക്ടർ. ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില്ലേ, അതിന്റെ അടുത്തൊരു SDB സ്കൂള് അവിടെയാണോ? അവിടെയാണ്, ആ സ്കൂളിലാണ്. ഒരു 1500 പിള്ളേരോളം ഉണ്ട് അവിടെ. എനിക്കറിയാം, ആ സ്കൂൾ അറിയാം. ഈ മക്കളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? 3 മക്കളാണ്. മൂത്താള് M.Tech പഠിക്കുന്നു ജർമ്മനിയിൽ. അത് തീരാറായി ഇപ്പൊ. രണ്ടാമത്തെ ആള് മോൻ, അവള് ജസ്റ്റ് ഇപ്പൊ ഡിഗ്രി BCom പഠിക്കാനായിട്ട് ജോയിൻ ചെയ്ത്. ഇളയാളും മോനാണ്, അവൻ +1 കയറി. അപ്പൊ ചെറിയ കുഞ്ഞാണ്. അതെ, രണ്ടുപേര് തമ്മിൽ ഇച്ചിരി 8 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിൽ. അതാണ് ഒരു ഡിഫറൻസ് വന്നത്. ഇളയാള് ഇപ്പോഴും അടുത്ത ആൾക്കാരിലൊക്കെയാണ് പള്ളിയിൽ. എന്റെ പഴയ പോലെ പള്ളി ആൾക്കാരും പോയി ആയിട്ടല്ലേ? +1 ആണെങ്കിലും സഹായിക്കുന്നുണ്ട്. ശരി, ഓക്കെ. ഇനി എന്താണ് തിരിച്ചു പോകുന്നത് യാത്ര? 4 മാസമാണ്. 4 മാസം കിട്ടും. സർട്ടിഫിക്കറ്റ് ഇപ്പൊ റിന്യൂ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൂടെ റിന്യൂ ചെയ്ത് ഈ 4 മാസം നിങ്ങൾക്ക് വീട്ടിൽ ആയിരിക്കാം. അതെ, വീട്ടിലായിരിക്കാം. അതെ. അത് കഴിഞ്ഞ് പിന്നെ യാത്ര തുടങ്ങിയാൽ പിന്നെ അടുത്ത ഒരു 6 മാസമൊക്കെ കഴിഞ്ഞായിരിക്കും. 4 മാസം മുൻപായിരുന്നു ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഷിപ്പിംഗ് അല്ലല്ലോ ഇപ്പൊ. അതെ. 95 ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും അഡ്വാൻസ് ടെക്നോളജി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കപ്പൽ നിർത്തിയിട്ടിട്ട് ക്രിസ്മസ് ആഘോഷിച്ചിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്ത് പോവാൻ. ഇപ്പൊ അതൊന്നും നടക്കത്തില്ല. കപ്പൽ നിന്ന് കഴിഞ്ഞാൽ ആ നിമിഷം എല്ലാവരും അറിയും. തീർച്ചയായിട്ടും അറിയും. നിങ്ങൾക്ക് കപ്പലിൽ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുമോ? പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. ഞാൻ രാവിലെ എണീറ്റ് ഒരു കൊന്തയൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് പേഴ്സണലായിട്ടുള്ള അത്തരം കാര്യങ്ങളും ഒക്കെ പോസിബിൾ ആണ്. എല്ലാം കൊണ്ട് കൂട്ടിക്കൊണ്ട് നടക്കല്ല. പക്ഷെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതെല്ലാം ഫിലിപ്പീനോസ് ആയതുകൊണ്ട് അവരെല്ലാം ക്രിസ്ത്യാനികളായതുകൊണ്ടും നമ്മളൊരു പാർട്ടിയൊക്കെ ചെറിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ, ഗ്യാതറിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ അവർ ഭക്ഷണത്തിന് മുമ്പായിട്ട് എന്നോട് പറയും ക്യാപ്റ്റൻ പ്ലീസ് പ്രേ എന്ന്. അപ്പൊ ഞാനൊരു നമുക്കറിയാവുന്ന പോലെ ആ സമയത്ത് അവിടെ ഒരു പുരോഹിതനാവും. ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിയും. പക്ഷേ നിങ്ങളുടെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല ഫെയ്ത്താണ് നിങ്ങൾക്ക്. അതൊരു നല്ല കാര്യമാണ്. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാം. ഈ കഴിഞ്ഞ കോൺട്രാക്റ്റിൽ എന്നോട് 2 പെൺപിള്ളേരുണ്ട്, 2 പെൺകുട്ടികൾ ഫിലിപ്പീനോ. അപ്പൊ അതിൽ ഒരാൾ ഓഫീസറായിരുന്നു, ഒരാൾ ഓഫീസർ ട്രെയിനിയാണ്. ഒരുപാട് പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ പെൺകുട്ടികളും വരുന്നുണ്ടല്ലേ? ഇങ്ങനെ ഒരുപാട് പേര്. ഇപ്പൊ എൻ്റെ കൂടെ അന്ന് റേഡിയോ ഓഫീസറായിട്ട് പഠിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു രാധിക നായരുന്നു. അയാളും ഇപ്പൊ ക്യാപ്റ്റനാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ അവരാണല്ലേ? അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികൾക്കും ചാൻസ് ഉണ്ട് ഇതിനകത്ത്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഈ കപ്പലിൽ ഒരു ലാസ്റ്റ് ചോദ്യം, കപ്പലിൽ തന്നെ ആയതുകൊണ്ടേ നമ്മൾ ഫുൾ ടൈം ഇരിക്കുകയാണ്, ഒരു എക്സർസൈസ് ഒക്കെ ചെയ്യണം. അതിനെന്താണ് വഴി? ജിംനേഷ്യം ഉണ്ട് കപ്പലിൽ ഉണ്ട്. ശരി. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള പോലെ അത്ര വലിയ മൾട്ടി ജിം ഉണ്ടല്ലേ? ജിം ഉണ്ട്, നടക്കാനായിട്ട് നമുക്ക് ട്രെഡ്മില്ലുണ്ട്, സൈക്കിൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മാരിടൈം ലേബർ കൺവെൻഷൻ ഞങ്ങൾ സീഫറേഴ്സിന് വേണ്ടിയിട്ട് ഒരു കൺവെൻഷൻ വന്നേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിക്രിയേഷൻ ഫെസിലിറ്റി ഒരു മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ കപ്പലാണെങ്കിലും ചെറുതായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. വേണം, നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ, അതിനുള്ള സൗകര്യങ്ങൾ അതും വേണം. അതെ. അപ്പോൾ വളരെ സന്തോഷം. നമ്മൾ വളരെ കാര്യമായിട്ട് കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതണേ. കാരണം വെച്ചാൽ ഈ നാട്ടിലെ ആളുകൾ വളരെ ആകുലതയിലും അങ്കലാപ്പിലുമാണ്. ഈ 2 കപ്പലുകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇവിടെ അപകടത്തിൽപ്പെടുകയും അറബിക്കടൽ വല്ലാണ്ട് പ്രക്ഷുബ്ധമാവുകയും തുടർന്ന് കാറ്റും കോളും കടൽക്ഷോഭവും എല്ലാം കൂടി വന്നിട്ട് ആളുകളെ വല്ലാണ്ട് വലച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ആളുകൾക്ക്, ഒത്തിരി സംശയങ്ങളും ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. നമുക്കെന്താണ് ഇതിൻ്റെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലാണ്, നമുക്കെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും,
ഉണ്ടാവുമോ, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനല്ല, ഇപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്നു. ഒരു ഉദാഹരണം പറയാനാണ്, ഗൾഫ് ഓഫ് ഒമാനിൽ 2 ടാങ്കർ കൂട്ടിയിടിച്ചു ഒമാൻ തീരത്ത്. ഓക്കെ. അതിൽ ഒരെണ്ണം ഇപ്പോഴും കത്തുക. ആണോ? അതെ. വേറൊരെണ്ണം 2 കപ്പൽ കൂട്ടിയിടിച്ചു, 2 കത്തി, ഒരെണ്ണത്തിലെ തീ അണച്ചു, മറ്റേ കപ്പൽ ഇപ്പോഴും കത്തുക. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ പെസഫിക് കോസ്റ്റിൽ, അതായത് US കോസ്റ്റിൽ, US നിന്ന് വന്ന ഒരു കപ്പലാണ്. അത് കാർ കാരിയർ, കാറ് മാത്രം കൊണ്ടുപോകുന്ന കപ്പലുകളാണ്. ഇതിനകത്ത് കൂടുതലും ഇലക്ട്രിക് കാറായിരുന്നു, അതിനും കത്തുപിടിച്ചു. ഇതുവരെ അണക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു കേസ്. പിന്നെ അത് കൂടാതെ ഈ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഗൾഫ് ഓഫ് ഏഡൻ, അതായത് സോമാലിയ അവിടെ ഒരു ചെറിയ കപ്പൽ, കണ്ടെയ്നർ കപ്പൽ തന്നെയാണ്, ഒരു 90 മീറ്റർ എന്തോ നീളമുള്ള, 100 മീറ്റർ താഴെ നീളമുള്ള ചെറിയൊരു കപ്പൽ, അതും ഇതുപോലെ മുങ്ങിപ്പോയി. അതിനകത്ത് ആൾക്കാരെല്ലാം ഒമാൻ നേവിയാണ് രക്ഷിച്ചത്. സേഫാണ്. അതെ, അവരൊക്കെ സേഫാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റോഡിൽ ആക്സിഡന്റ് നടക്കുന്ന പോലെ കടലിലും നടക്കും. പക്ഷേ നമ്മൾ ഇവിടെ ഇത് രണ്ടും അടുപ്പിച്ച് നടന്നുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ആകുലത കൂടിയത്. അതെ. അത് ഒരുപാട് ഡൗട്ട്സ് ആൾക്കാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും നടന്നില്ല. നമ്മുടെ കടല് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കടലല്ലേ? അതെ. അറബിക്കടൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതുന്നു. അതെ, ഈ പറഞ്ഞ പോലെ ശാന്തതയുള്ള ഒരു ഇടമാണ്. മൺസൂൺ സമയത്താണ് ഇത്തിരി കടൽക്ഷോഭം ഉള്ളത്. മാത്രമല്ല ഈ വലിയ കപ്പലുകൾക്ക് അത് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സൈക്ലോൺ നമ്മളെ ഒരു പരിധിവരെ ബാധിക്കാറില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുന്നതല്ലാതെ മറ്റുള്ള ഇപ്പൊ ഫിലിപ്പീൻസിലുള്ളവരൊക്കെ അവരെപ്പോഴും പറയണ്ട, അവർക്ക് എപ്പോഴും സൈക്ലോണാണ്. അതൊന്നും നമുക്ക് ഇവിടെ ഇല്ല. പസഫിക്കിൽ ഉണ്ടാകുന്ന സാധനം ഈ ഫിലിപ്പീൻസിന് മേളിൽ കൂടെയാണ് ഇപ്പുറത്തോട്ട് വരുന്നത്. ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനൊരു കപ്പലുമായിട്ട് മനില ബേയിൽ ചെന്ന് അവിടെ ആങ്കർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് സൈക്ലോൺ വരുന്നുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പുറത്ത് പോകണേ പൊക്കോളാം. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പുറത്ത് പൊക്കോളാം. ഞാൻ പുറത്ത് പോയി എഞ്ചിൻ ഓഫ് ചെയ്ത് വെറുതെ കിടന്നു. വെച്ചാൽ നമുക്ക് ഈ ഇത്രയും കാറ്റ് ആങ്കറേജിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ശരിക്കും ഒരു സൈക്ലോൺ പാസ് ചെയ്ത് പോയത് ഞാൻ ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് നമുക്ക് എല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. എല്ലാം നമുക്ക് മനസ്സിലാവും. ഒരു 10 ദിവസത്തെ നോട്ടീസ് നമുക്ക് കിട്ടും അല്ലേ? നമുക്ക് മുൻകരുതൽ എടുക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാറിപ്പോകാം, സ്ലോ ഡൗൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആങ്കർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാറുണ്ട്. പണ്ട് അങ്ങനെയല്ല. ബാരോമീറ്റർ നോക്കിയിട്ടുള്ള പരിപാടിയാണ്. ബാരോമീറ്റർ ഒരു 4 മണിക്കൂറിനുള്ളിൽ 2 പോയിന്റിൽ കൂടി താന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രശ്നമാണെന്ന്. അല്ലെങ്കിൽ കടല് പെട്ടെന്ന് ഒരു ഗ്ലാസ് സർഫസ് പോലെ കടലായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ സാധനം വരുന്നുണ്ടെന്നാ. അങ്ങനെയൊക്കെ അടയാളങ്ങളുണ്ട്. പണ്ട് അങ്ങനെയല്ലേ ആൾക്കാര് തിരിച്ചറിഞ്ഞത്. കാര്യങ്ങള് പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ക്യാപ്റ്റൻ. മനസ്സിലായോ? പണ്ട് ക്യാപ്റ്റന് കപ്പലിൽ എല്ലാവരും ഓൾഡ് മാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാപ്റ്റൻ ആയിരിക്കും ഏറ്റവും പ്രായമുള്ള ആള്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ടെക്നോളജി ഉണ്ട്, നമ്മളെല്ലാം പഠിച്ചിട്ടാണ് ഇപ്പൊ കടലിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം. ഒരു പ്രശ്നമില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു കപ്പൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും യഥാർത്ഥത്തിൽ അതൊരു വലിയ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ കപ്പൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്യാപ്റ്റൻ ആയിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.